ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെങ്കിലും അവിവേകമോ പിന്നെ തെറിവാക്കുകളോ എൻ്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും കാണുന്നവർ ശ്രമിക്കുക. കാരണം അതുപോലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. നെടുമാങ്ങാട് കൊച്ചിൻ്റെ കൊലപാതകം. നരാധവനായ നാറിയുണ്ട്, പരനാറി. ഇവൻ്റെ ഈ കൊച്ചിൻ്റെ വളർത്തച്ഛൻ. കാരണം കൊച്ചിൻ്റെ സ്വന്തം അച്ഛനല്ല, കൊച്ചിൻ്റെ അമ്മയുടെ ഒപ്പം പിന്നെ മറ്റേ ലിംഗപരമായിട്ട് ബന്ധപ്പെടാൻ ലിംഗസുഖം അനുഭവിക്കാൻ വന്ന പരനാറി ഉണ്ടല്ലോ. ഈ ചെറ്റനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെറ്റയാണ് ഈ കൊച്ചിനെ ഈ കോലത്തിലാക്കിയത്. എന്നിട്ട് അവനെ പിന്നെ എന്നാ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പിന്നെ വണ്ടി കുട്ടിയെ സൈക്കിളിൽ നിന്ന് വീണമെന്നൊക്കെയാണ് നാറി പറയുന്നത്. ഈ പരനാറീനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെറ്റയാണ്. ഇവനെ എല്ലാവരും തെറി പറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അത്ര മോശപ്പെട്ട പരിപാടിയാണ് കുട്ടിയെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ജനനിയന്ത്രിത്തി വരെ പിന്നെ ഉപയോഗിച്ചെന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നെ 51 മുറിവ് കുട്ടിയുടെ ശരീരത്തുണ്ട്. 2 കൈ ഒടിഞ്ഞ് കുട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ ഈ അധികാരം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ കുട്ടീനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ രീതിയിൽ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു. എന്നിട്ട് ഇവൻ ആ കുട്ടിയെ തല ഇടിച്ച് കോമ സ്റ്റേജിലാക്കിയ പോലെ ആക്കി. തലയല്ലാന്നല്ല, കുട്ടീനെ നല്ല ഉപദ്രവമാണ്. കുട്ടിയുടെ 2 കാല് ഒടിഞ്ഞു തൂങ്ങിയ പോലെയാണ്. കുട്ടിയുടെ 2 കാലിൻ്റെ പത്തി 2 വിരലൊക്കെ ഒടിഞ്ഞു തൂങ്ങി അവസ്ഥയിലാണ്. അപ്പോൾ ഈ കുട്ടിയെ ഇവൻ എന്തൊക്കെ ഉപദ്രവങ്ങൾ ഉപദ്രവിച്ചു. ഈ പരനാറിക്ക് നീതി കൊടുക്കും. ഇവനെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലുവാണ് വേണ്ടിയത്. കാരണം ഈ കുട്ടിയുടെ തള്ള ഉണ്ടല്ലോ, കുട്ടിയുടെ തള്ള, ഇവൻ്റെ ഒപ്പം നടക്കുന്ന ഇവൻ്റെ കാമുകി ഇവളും കൂടി അറിഞ്ഞിട്ടാണ് ഈ പരിപാടി നാറി ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം അവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെ അറിയത്തില്ല. ഇവനവിടെ അടുത്ത് ഇവളും കൂടി അവിടെ താമസിക്കുകയാണ്. ഇവളുടെ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒപ്പം ഇവൻ്റെ സഹോദരിയുണ്ട്, ഈ അസ്കർ എന്ന് പറയുന്ന നരാധമൻ്റെ. അവൾ എന്തോ ഒരു ഡാൻസ് ടീച്ചർ എന്തോ ആണ്. അവൾ അനു എന്നാണ് അവളുടെ പേര്. ഈ അനു ടീച്ചറാണ് ഇവരെ തമ്മിൽ ബന്ധപ്പെടുത്തി ഇവർ തമ്മിലുള്ള ബന്ധത്തിന് പുതിയ വഴി ഉണ്ടാക്കാൻ കാരണം. അപ്പം അവരാണ് ഇതിൻ്റെ ദല്ലാള്, അതായത് ഈ പുതിയ ബന്ധം ഉണ്ടാക്കാനേ. കാരണം ഇവന് കാമസുഖം, ഇവക്കും കാമസുഖമാണല്ലോ. അതിന് വേണ്ടിയിട്ട് എന്തും സ്വന്തം മക്കളെ വരെ കൊല്ലുന്ന ഒരു നാടാണ്. മനസ്സിലായല്ലോ. ഇവൻ്റെ ആദ്യ ഭാര്യനെ ഇവൻ വളരെ മൃഗീയമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അവരുടെ അവസ്ഥ കാണാതിരിക്കുന്നതല്ലേ. അതിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കരഞ്ഞു പോകും. എന്തായാലും നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം എന്താണെന്നുള്ളത് കേൾക്കാം. ഇവനെ പുറത്തുള്ള ആളുകളുമായിട്ട് ഇവർ അധികം ലോഗ്യമൊന്നുമില്ല, ഒരു ടച്ചും ഇല്ല. കാരണം ഇവർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഊന്നും പറഞ്ഞ് ഒഴിവാക്കി പോകും. അങ്ങനെ നാട്ടുകാരാണ് ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടിരുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സംഭവമാണ് നമ്മളറിയണം. ഞാൻ കൊച്ചിനിങ്ങനെ ചോറ് മണ്ടേ കയറിയെന്നും പറഞ്ഞ് ആശുപത്രി ഒരു ആംബുലൻസ് വന്ന് തറ തൊടാതെ പോണത് കണ്ട്. പക്ഷേ പിന്നീടാണ് അറിയണം കൊച്ചിൻ്റെ ചോറ് മണ്ടേ കയറി കൊണ്ടുവരുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അറിയണം മരിച്ചെന്ന്. അതിന് ശേഷമാണ് ഇതെല്ലാം പുറത്ത് വരണത്. ആൾക്കാർ പറഞ്ഞാണ് നമ്മളറിയണത്. എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട്, നമ്മൾ ഇവിടെയാണ് താമസിക്കണമെങ്കിൽ അങ്ങോട്ടുള്ള ഒരു വിശേഷവും അതുപോലെ ഇവരെ അയൽവക്കക്കാരായിട്ടൊന്നും ഒരു സഹകരണവും ഇല്ല, ആരെയും അടുപ്പിക്കില്ല. അങ്ങനെ ജീവിച്ച ഒരു പാർട്ടിയാണ്. ആ സഹോദരി, അവളെ അമ്മ, കുഞ്ഞിൻ്റെ അമ്മ ആരും നിങ്ങളാരുമായിട്ട് നമുക്ക് അറിഞ്ഞോലും കൂടെ ഇരുന്ന് അത് തന്നെയാണ് മനു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാരുമായി യാതൊരു സഹകരണവും ഇല്ലാതിരുന്ന ഒരു ഇല്ല. ഇദ്ദേഹത്തെ നമുക്ക് ആർക്കും പറഞ്ഞുകൂടാ. കാരണം ഇവിടെ വന്ന് താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ. എത്ര 6 മാസം കൊണ്ട് 2 മാസമേ ഉള്ളൂ താമസിച്ചിട്ട്. 6 മാസം മുമ്പ് വേറെ ബന്ധുത്തിന്റെ സഹോദരൻ ആരോട് താമസിക്കുന്നത് അവിടെ. ഇത് ഇങ്ങനെ സംഭവം നടക്കുന്നത് ആർക്കും പറഞ്ഞുകൂടാ. ആ കൊച്ചിനെ ഉപദ്രവിച്ച് ആർക്കും പറഞ്ഞുകൂടാ. ആശുപത്രി കൊണ്ടുപോകുമ്പോഴല്ലാതെ അറിയുന്നത് കൊച്ചിൻ്റെ ആശുപത്രിയാണെന്നുള്ളത് അറിയുന്നത്. അതുവരെ ആർക്കും ഒന്നും പറഞ്ഞുകൂടായിരുന്നു. അതെ, അത് തന്നെയാണ് മനു നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് അത്. അതായത് ഈ സംഭവവുമായി അല്ലെങ്കിൽ ഇങ്ങനെ 2 ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന ആരുമായി ഒരു പരസ്പര സഹകരണവും ഇല്ലാത്ത ഒരാളാണ്. നിങ്ങൾക്കറിയാമോ? എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. എൻ്റെ മരണം നടന്ന വീട് തൊട്ട് മേളിലായിരുന്നു താമസിക്കുന്നത്. അപ്പം ഈ കൊച്ചിനെ വെച്ചാൽ കൊല്ല തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് 2 മാസം കൊണ്ട് അറിയാം. പുള്ളിയുടെ സഹോദരനാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അഷ്കറിൻ്റെ സഹോദരനാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പുള്ളി 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ബ്രദർ ഇവിടെ വന്നു. ഇവിടെ വണ്ടിയൊക്കെ മേളിലാണ് ഒതുക്കിയിരുന്നത്. എന്ന് വെച്ചാൽ ആ 2 കൈ ഒടിഞ്ഞ കൊച്ച് നമ്മൾ കയറി വന്നില്ലേ, ആ വഴി നിറച്ച് ആ വഴി കൂടെ ഒറ്റയ്ക്ക് നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ആ വീടിൻ്റെ റാക്കിലെ കൊച്ചിനെ ഇറക്കി നിർത്തിയിട്ടുണ്ട്. ആ റാക്കിൽ, അതായത് സൈഡിലെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ടെറസിൻ്റെ സൈഡിൽ, അവിടെ ആ കൊച്ചിനെ ഇറക്കി നിർത്തിയിട്ടുണ്ട്. അത് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി എന്തുമാത്രം ക്രൂരത.
മനു അത് തന്നെയാണ്, സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഈ ഒരു നാട്ടിലുള്ള തൊട്ടടുത്തുള്ള ഒരു ബാലൻ, നമ്മളൊരു പയ്യൻ നമ്മുമായി പങ്കുവെച്ചത്. അത്തരത്തിലുള്ള ക്രൂരത, അതായത് നമ്മൾ ഇറങ്ങിപ്പോയപ്പോൾ കണ്ടതാണ്. അത്രമേൽ ഇടുങ്ങിയ ഒരു വഴിയാണ്, നല്ല ഇറക്കമാണ്. നമ്മളെപ്പോലെ ആരോഗ്യ ദൃഢനായ ഒരാൾക്ക് പോലും കേവലം ഇറങ്ങിപ്പോകാൻ സാഹസം കാണിക്കുന്ന ഒരു വഴി, കൂടുതൽ മഴക്കാലവും ചർക്കിയും വീഴുന്നൊരു സാഹചര്യം. പക്ഷേ ആ വഴിയിൽ ഈ 1.5 വയസ്സായ കുഞ്ഞിനെ നടന്ന് കയറാൻ മാത്രം എങ്ങനെയാണ് കഴിയുക? ആ ക്രൂരതയ്ക്ക് വരെ അങ്ങനെ വരെ കൊണ്ട് നിർത്തി എന്നാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ പരിസരവാസികൾ നാമുമായി പങ്കുവെച്ചത്. മാത്രമല്ല, ടെറസിൻ്റെ റാക്കിൽ കുഞ്ഞിനെ, ഈ കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ടെറസിൻ്റെ റാക്കിൽ ഇറക്കി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഈ കഴിഞ്ഞ 2 മാസങ്ങൾ കൊണ്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. കണ്ടില്ലേ ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ പിന്നെ ആ കുട്ടിയെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് മൃഗീയമായ ആക്രമണം നടന്നതിന് ശേഷം ചോറ് പിന്നെ തൊണ്ട കുടുങ്ങുന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് ഇവർ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പം കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞുള്ള വാർത്തയാണ് വന്നത്. ഈ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടതിന് ശേഷമാണ് ഇവരിങ്ങനെ തമ്മിൽ ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ ഈ പിന്നെ എന്താ പറയുക, ഇവൻ്റെ പെങ്ങൾക്ക് ഇതൊക്കെ അറിയാം. കാരണം ഈ വീട്ടിൽ ഇത്രയും ക്രൂരമായ ഈ ഉപദ്രവങ്ങൾ നടന്നിട്ട് അവൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ പറയാം. അപ്പോൾ ഒരു വ്യക്തി ഇവൻ്റെ അവിടെ നാട്ടിലുള്ള ഒരു വ്യക്തി ചോദിച്ചു ഈ കുട്ടിയുടെ കൈക്കെന്ന് ചോദിച്ചാൽ, അപ്പോൾ കുട്ടി ഇങ്ങനെ വീണതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ ഈ വലത്ത് കണ്ണിൻ്റെ അവിടെ ആണെന്ന് തോന്നുന്നു, വലത്ത് കണ്ണാണോ ഇടത്ത് കണ്ണോ, ആ കണ്ണിൻ്റെ താഴത്ത് ഇങ്ങനെ ഒരു വീക്കം, വളരെ വീക്കം ഉണ്ട്. അപ്പോൾ ഈ വീക്കം എന്താണെന്ന് ചോദിച്ചപ്പം ഈ പരനാറി പറഞ്ഞാൽ എന്താ പറയുക, കുട്ടി ഭയങ്കര അറാമ്പറപ്പാന്ന്. ഈ 1.5 വയസ്സായ കുട്ടി എന്താ അറാമ്പറപ്പാണ്? ഈ പരനാറി എന്താ പറയുന്നത് അറിയോ നിങ്ങൾക്ക്? എന്താ വെടിവെച്ച് കൊല്ലുവാണ് വേണ്ടത്? ഗൾഫിലെ നിയമമൊക്കെയാണ് ഇവിടെ കേരളത്തിലെ പോലീസ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? തല്ല് കിട്ടാതെ പോലീസുകാർക്ക് കഴിയുന്നതും പിടിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ നല്ല കിട്ടുന്നുണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കേട്ടോ. പക്ഷേ ഒന്ന് പോലീസ് പിടി അയച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവനെ ശരിക്കും ഈ മറ്റേ എന്താ പറയുക, കോഴി കൊത്തുന്ന പോലെ ഇവനെ കൊത്തും ആൾക്കാരിട്ടിട്ട്, മനസ്സിലായില്ലേ? പല രീതിയിലും ആൾക്കാർ വന്നിട്ട് ഇവനെ നമുക്ക് അയാളുടെ ആ വീഡിയോ അയാൾ പറയുന്ന വീഡിയോ ഒന്ന് കാണിക്കുക. അയാളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അയാൾ ഇവനോട് ചോദിക്കുമ്പോൾ ഇവനെ കുട്ടി അറാമ്പറപ്പാന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു. ആ സമയത്ത് ഇടയ്ക്ക് വരുന്ന സമയത്ത് ഇവനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഞാനിപ്പോൾ 2 ആഴ്ച മുമ്പ് നെടുമങ്ങാട് ആശ്വാസ് മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവനെയും ഈ പെൺകുട്ടിയെയും കുഞ്ഞിനെയും കാണുന്നു. അപ്പോൾ ഇങ്ങനെ സംശയം കൊണ്ട് ചോദിച്ചപ്പോഴാണ് ഇവൻ പറയുന്നത് ഇതിങ്ങനെ ഈ കല്യാണം കഴിഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ 2ലും പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു? അപ്പോൾ പറഞ്ഞു സൈക്കിളിൽ നിന്ന് വീണതാണ് എന്ന്. അപ്പോൾ അതിനുശേഷം കണ്ണിന് താഴെയായിട്ട് നല്ല ഒരു പാടും നല്ലൊരു നീരും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ കുട്ടി ഭയങ്കര കറാമ്പറപ്പാണ്. ഈ വാക്കാണ് ഉപയോഗിച്ചത്, കറാമ്പറപ്പാണ്, ഇത് ഇന്നലെ സംഭവിച്ചതാണ്. അപ്പോൾ നോർമൽ കേസിൽ 2 കൈയും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കണ്ണിൻ്റെ സൈഡിൽ ഈ വിഷയമുണ്ട്. അപ്പോൾ യുവൻ പറഞ്ഞത് ഈ കുട്ടി ഭയങ്കര ഹറാമ്പറപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇന്നലെ സംഭവിച്ചതാണ്, കൊണ്ട് കാണിക്കാൻ വന്നതാണ് എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. പിന്നെ അറിയുന്നത് ഇപ്പം മെനിങ്ങാന്നാണ് ഈ സംഭവം നടന്ന സമയത്ത്. മനു അത് തന്നെയാണ്, കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കുറിച്ചാണ് ഈ നരാധപനായിട്ടുള്ള അസ്കർ എന്ന് പറയുന്നയാൾ നാമുമായി ഇപ്പോൾ പങ്കുവെച്ച ആൾ. നമ്മൾ വ്യക്തമായ അദ്ദേഹത്തിൻ്റെ നേരനുഭവമാണ് പങ്കുവെച്ചത്. കേവലം 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഹറാം പിറപ്പാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതിയിൽ, അതായത് അസ്കർ സൈക്കിളിൽ നിന്ന് വീഴുന്നു പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞ അസ്കർ അദ്ദേഹത്തെ ഈ പറയുന്ന അസ്കറിൻ്റെ കൈ കൊണ്ട് തല്ലിയൊടിച്ച, അല്ലെങ്കിൽ അസ്കറിൻ്റെ കയ്യിൽ നിന്ന് കണ്ടില്ലേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു നാട്ടുകാരൻ അവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനു എന്ന് പറയുന്ന സ്ത്രീ, അതായത് ഇവൻ്റെ പെങ്ങൾ, ഇവൾ ഡാൻസ് ടീച്ചറാണെന്ന് പറയുന്നത്, അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ഇവളെന്തോ ആയിക്കോട്ടെ, ഇവൾ ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന വിവരം ഇവൾക്കറിയാം. ആ വിവരം ആരോടെങ്കിലും ഇവൾ പറയണമെന്നുള്ളത് ഒരു വ്യക്തി പറയുന്നുണ്ട്. പക്ഷേ ഇവൾ അറിഞ്ഞാലും ഇവൾ പറയത്തില്ല. അപ്പോൾ ഇവളും കൂടി അതിനകത്ത് കണ്ണിയായിട്ടുണ്ട്. ഇവളല്ല, ഇവൻ്റെ ഫാമിലി മൊത്തം ഇവൻ്റെ അമ്മയും ഇവളും എല്ലാം ഇതിലൊരു ഇവരെ പ്രതിപട്ടികയിൽ ചേർക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിലൊരു ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം നടത്തിയിട്ട് അവൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അത് അങ്ങനെ വിടാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, വളരെ കറക്റ്റായിട്ട് ഇതിപ്പോൾ ഞാനിത് കൈരളി ന്യൂസിൽ നിന്നാണ് എനിക്ക്
ഇതിൻ്റെ ഈ വീഡിയോ കിട്ടിയത്, മനസ്സിലായില്ലേ? കൈരളി ന്യൂസ് വാർത്ത ഞാൻ കേട്ടിരുന്നു. അപ്പോൾ വേറെ മീഡിയ വണ്ണില്ലാന്ന് തോന്നുന്നു ഇവനെ നാട്ടുകാരെ ആക്രമിക്കുന്ന ഒരു രംഗമുണ്ട്. അതും കൂടി ശരിക്ക് അതോടെ എനിക്ക് അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം ഇവനൊന്നും വെറുതെ വിടാൻ പാടില്ല. കാരണം ഇവൻ അത്രയോ നാറിയ പരിപാടികളാണ് ഇവൻ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഒരു വട്ടമല്ല, ഇവൻ ആദ്യം ഒരു ഭാര്യനെ കല്യാണം കഴിച്ച് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതൊന്നും കാണിക്കാതിരിക്കുന്നില്ല, പുറത്തൊരു മനുഷ്യനോട് പറയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ശരി, എന്നാൽ നിർത്തുന്നു. വേറെ കൂടുതൽ വർത്താനൊന്നുമില്ല. ബൈ. ഇവന്റെ സഹോദരി അവളിവിടെ ഈ വീട്ടിലുള്ളതാണ്. ഈ കൊച്ചിനെ ഉപദ്രവിക്കുന്നതൊക്കെ ഇവർക്ക് അറിയാൻ കഴിയും. അതെ, ഈ കൊച്ചിന്റെ ഈ അസ്കറിന്റെ സഹോദരി ഈ വീട്ടിലുണ്ട്. അവൾ ഈ വീട്ടിൽ താമസമാണ്. അവള് ഈ കൊച്ചിനെ ഉപദ്രവിക്കുന്ന എല്ലാം അവൾക്ക് അറിയാൻ കഴിയും. അപ്പൊ അവൾക്ക് ആരുടെ പറയുകയോ അല്ലെങ്കിൽ അത് പ്രതിരോധിക്കുകയോ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതും കൂടെ അവളും കൂടെ വേണം ഇതിൽ കേസിൽ പ്രതിയാവാൻ. അവൾ കൂട്ടി നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് തന്നെയാണ് മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വീട്ടിൽ ഈ കേട്ടില്ലേ ജനങ്ങളുടെ പ്രതികരണം? ജനങ്ങളെല്ലാം രോഷാകുലരായിട്ടിരിക്കുകയാണ്. ഇവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പളെ ഇവനെ പീസാക്കിയിട്ടുണ്ടാവും, മനസ്സിലായല്ലോ? പിന്നെ നേരത്തെ ആ വ്യക്തി പറഞ്ഞ പോലെ, ആ നാട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ ഇവൻ്റെ പെങ്ങളുടെ പേരിലും കേസെടുക്കണം. ഇവൻ്റെ വീട്ടുകാർ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ പേരിലും കേസെടുക്കണം. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ, അതായത് ഇവളുടെ അച്ഛൻ, ആരുടെ, ഈ അഖിലയുടെ അച്ഛനല്ല, ഈ ഇവൻ്റെ അഖിലയുടെ അച്ഛൻ തന്നെ. അഖിലയുടെ അച്ഛൻ അല്ല, അതായത് ഈ അഖിലയുടെ മുൻ ഭർത്താവിൻ്റെ അച്ഛൻ. ഈ മുൻ ഭർത്താവിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, അമ്മയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ അവനെ നോക്കിക്കോളാം, നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവർ വിട്ടുകൊടുക്കത്തില്ല. ഇവരുടെ പിന്നെ ഈ അഖിലയുടെ അമ്മയുടെ പേരിൽ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്, അഖില. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പേര് കേസ് കൊടുത്തത്. അതുപോലെ അവിടെ സ്റ്റേഷനിൽ ചെന്ന് SIനെ കണ്ടു. SIനും DSPനെ കൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ നിങ്ങളവരെ ശാരീരികമായിട്ട് അവരെ കുട്ടീനെയൊക്കെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു കംപ്ലൈൻറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് അവിടെ കൊടുത്തത്. ലാസ്റ്റ് പോലീസുകാർ പറഞ്ഞു, അങ്ങനെ പോലീസുകാരുടെ മുന്നിൽ ഈ അമ്മ പറയുന്നു, ഞങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ആ കുട്ടിയെ ഇവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട സാറുമാർ ഇവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഒത്തുതീർപ്പാക്കിയിട്ട് എനിക്ക് ആ കുട്ടീനെ തരണം, ഇവർക്ക് നോക്കാൻ പറ്റത്തില്ല, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഇപ്പം അങ്ങനെയാണ് വന്നത്. പക്ഷേ പോലീസുകാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് പിടിച്ചു വാങ്ങി തരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിൽ അതിനകത്ത് ഇടപെടാം. പക്ഷേ അവർ ആ കുട്ടീനെ നോക്കാമെന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഇപ്പോൾ ഈ അഖിലിൻ്റെ ഇവരുടെ പേരുകൾ തമ്മിൽ ഭർത്താവിൻ്റെ പേര്, മുൻ ഭർത്താവിൻ്റെ പേര് അഖിൽ, ഇവളുടെ പേര് അഖില, ഈ കുട്ടിയുടെ പേര് വേറെ ആദർശം, അങ്ങനെ എന്തൊരു പേരാണ്. അപ്പം ഇവളുടെ ഈ മുൻ ഭർത്താവിൻ്റെ സഹോദരിയും മരിച്ചു, അവരുടെ പേരും അഖില എന്നായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ അടക്കം ചെയ്തിരിക്കുന്ന ഈ മുൻ ഭർത്താവ്, അതായത് കുട്ടിയുടെ അച്ഛൻ, മുൻ ഭർത്താവ്, ഈ അച്ഛൻ്റെയും സഹോദരിയുടെയും അടുത്ത് തന്നെ ഒരു കുഴിമാടമുണ്ട്. അവിടെ കുഴിമാടം ഉണ്ടാക്കിയിട്ട് അവിടെയാണ് കുട്ടീനെ മറവ് ചെയ്തിരിക്കുന്നത്, അതായത് കബറടക്കിയിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ ക്രിമിനലുകളൊന്നും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഇവനെയൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഇവനെയൊക്കെ തുറുങ്കിലടക്കുക. അതായത് ഗൾഫിലെ നിയമമൊക്കെ ഇവിടെ കൊണ്ടുവരണം. ഇവനെയൊക്കെ വെടിവെച്ച് അപ്പോഴെ തന്നെ ആ സ്പോട്ടിലെ പോച്ച് കളയുക. വേറെ എനിക്ക് കൂടുതൽ വർത്താനൊന്നും പറയാനില്ല. ഇവനും ഇവളും ഇവൻ്റെ സഹോദരിയൊന്നും ഇനി പുറം ലോകം കാണരുത്. അഥവാ ഈ കൊലപാതകത്തിന് ആരൊക്കെ കൂട്ടുനിന്ന് അവരൊന്നും പുറം ലോകം കാണരുത്. അവരൊക്കെ കസ്റ്റഡി എടുത്ത് എത്രയും വേഗം അതിനുള്ള നടപടികൾ, മറ്റുള്ള നടപടികൾ നോക്കുക. ശരി, എന്നാൽ ബൈ. ഓക്കെ, കൂടുതലൊന്നും കുറച്ച് മുമ്പ് സംസാരിക്കാൻ പറ്റില്ല, അതാണ് ഒന്നും കൂടി ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചു. ഓക്കെ, ശരി എന്നാൽ.